ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. അമൃതാംശുദ്ഭവോ ഭാനു ശശബിന്ദു സുരേശ്വരാ. ഔഷധം ജഗദസേതു സത്യധർമ്മ പരാക്രമാ. അമൃതാംശുദ് ഭവ. ചന്ദ്രൻ ഉണ്ടായത് മായയിൽ നിന്നാണ്. പാലാഴിയിൽ പള്ളികൊള്ളുന്ന ഭഗവാന്റെ സങ്കല്പത്തിൽ നിന്നാണത്രേ ചന്ദ്രൻ സൃഷ്ടിക്കപ്പെട്ടത്. പാലാഴി കടയുമ്പോൾ അവിടുത്തെ ഇച്ഛാനുസരണം ചന്ദ്രൻ പൊങ്ങി വരികയും അവിടുന്ന് അതിൻ്റെ കിരണങ്ങളാകുകയും ചെയ്തു അത്രേ. ഭാനു, സ്വാഭാവികമായി ശോഭിക്കുന്നവൻ. ഭാനു എന്നത് സൂര്യൻ്റെ പര്യായമാണ്. സ്വന്തം പ്രകാശം കൊണ്ട് മറ്റെല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് അവിടുന്നാണല്ലോ. അതിനാൽ അവിടുന്ന് തന്നെയാണ് ആദിത്യൻ്റെ ശോഭയും. ശശബിന്ദു. ശശം എന്നതിനർത്ഥം മുയൽ എന്നാണ്. മുയലിനെ പോലെ ഒരടയാളം ചന്ദ്രനിലുണ്ടല്ലോ. ഭഗവാൻ രസസ്വരൂപനായ ചന്ദ്രനായി എല്ലാ ഔഷധങ്ങളുടെയും വീര്യം വർദ്ധിപ്പിക്കുന്നു. സുരേശ്വര. ഇവിടെ സു എന്ന് പറഞ്ഞാൽ ധാരാളമെന്നും രാ എന്നതിനർത്ഥം ദാനം നൽകുന്നവൻ എന്നുമെടുത്താൽ ഏറ്റവും ദാനം ചെയ്യുന്നവർക്ക് ഈശ്വരനായിരിക്കുന്നതും അവിടെ നിന്നാണ് എന്ന് വ്യാഖ്യാനിക്കാം. ദാനങ്ങളിൽ വച്ച് മഹത്തായ ദാനം ഏതാണ്? അവനവന് ഏറ്റവും പ്രിയമായത് മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കാൻ കഴിയുന്നതാണ് മഹത്തായ ദാനം. ഔഷധം, മരുന്ന്. ഏത് വ്യാധിക്കും ഏറ്റവും ഉത്തമമായ മരുന്ന് അവിടുന്ന് തന്നെ. മേൽപ്പത്തൂരിൻ്റെ വാതരോഗം ശമിപ്പിച്ച മഹാവൈദ്യനും ചെമ്പേ വൈദ്യനാഥ ഭാഗവതർക്ക് ശബ്ദം തിരിച്ചു നൽകിയ ഭിഷഗ്വരനും അവിടുന്ന് തന്നെ. ഭഗവത് സ്മരണ മനസ്സിന് ശാന്തിയും ആനന്ദവും നൽകുന്നു. അങ്ങനെയുള്ള ഗോവിന്ദൻ തളർന്ന മനസ്സുകൾക്കുള്ള ഔഷധമായിരിക്കുന്നു. ജഗദസേതു, ലോകത്തിന് പാലമായിരിക്കുന്നവൻ. ഈ ഭവസാഗരം താങ്ങാൻ നമുക്ക് പാലമായി വർത്തിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. നമ്മുടെ പാശങ്ങളുടെ കെട്ടഴിച്ച് തൃപ്പാദങ്ങളിൽ എത്തിക്കാനുള്ള പാലമാണ് സഹസ്രനാമ കീർത്തനം. പാലം കടന്നു കഴിഞ്ഞാൽ പാലത്തിൻ്റെ കരുണയെ ആരും സ്മരിക്കാറില്ല എന്ന് പറയാറുണ്ട്. ജീവാത്മാക്കളെ പരമാത്മാവിലേക്ക് നയിക്കുന്ന സേതുവാണ് നമുക്ക് ഗുരുവായി പ്രത്യക്ഷമായി വരുന്നത്. ഗുരുവും ഗോവിന്ദനും ഒന്നു തന്നെ. സാമദാന ഭേദദണ്ഡങ്ങൾ പ്രയോഗിച്ചും ജീവാത്മാക്കളെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. അകത്തിരുന്ന് ഭഗവാൻ വലിക്കുന്നു, പുറത്തുനിന്ന് ഗുരു നമ്മെ ആന്തരികതയിലേക്ക് തട്ടുന്നു. അകത്തിരിക്കുന്ന രാജാവ് തന്നെയാണ് പുറത്തു നിൽക്കുന്നതും. അതിനാലാണ് ഭാരതീയ ദർശനത്തിൽ ഗുരുവിന് വലിയൊരു സ്ഥാനം നൽകുന്നത്. പരമാത്മാവിലേക്ക് നയിക്കാൻ പരമാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് യഥാർത്ഥ ഗുരുക്കന്മാർ. സത്യധർമ്മ പരാക്രമ. സത്യത്തിനും ധർമ്മത്തിനുമായി പരാക്രമിയാകുന്നവനാരോ അവൻ. സത്യത്തെയും ധർമ്മത്തെയും നിലനിർത്താൻ ഭഗവാൻ ശൂരപരാക്രമിയാകും. ഏതറ്റം വരെയും പോകും. ആ പരാക്രമം കളങ്കമേൽക്കാത്തതാകും. ഈ വിശ്വം ചലിക്കുന്നത് തന്നെ സത്യം ധർമ്മം എന്നീ രണ്ടു ചക്രങ്ങളിലാണ്. അമൃതാംശുദ്ഭവോ ഭാനു ശശബിന്ദു സുരേശ്വരാ. ഔഷധം ജഗദസേതു സത്യധർമ്മ പരാക്രമാ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ